വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ ചെറിയൊരു എമൗണ്ടിൽ നല്ലൊരു വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ബലേനോ ഡീസൽ എഞ്ചിൻ. അതും ഒരു വർഷം വാറണ്ടി, ഒരു 50,000-60,000 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റിൽ, ബാക്കി നമുക്ക് ലോണോട് കൂടി സ്വന്തമാക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ വാഹനം ചെറിയ എമൗണ്ടിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഗനർ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കച്ചവട ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ യാത്രകൾക്കും ഒരുപോലെ ഫലപ്രദമായിട്ടുള്ള ഒരു വാഹനമാണ് ഈ പറയുന്ന മാരുതിയുടെ ഈക്കോ. ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ നല്ലൊരു വാഹനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സ്കൂട്ടർ വാങ്ങുന്ന പൈസക്ക് നമുക്കൊരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ വെയിലും കൊള്ളണ്ട, മഴയും കൊള്ളണ്ട, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. വെറും 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം, കൂടാതെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ വാങ്ങാനും പറ്റും. ലോ ബജറ്റിൽ വാഗനർ കാർ ഉണ്ടെന്ന് ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് പറ്റിയൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസിന് ഇത്രയും സീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനം കിട്ടാൻ ചാൻസ് കുറവാണ്. വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാനൊക്കെ നല്ല ലോ ബജറ്റിൽ ഒരു വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഗനർ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രിയോനോട് യൂസേഴ്സ് ഷോറൂമിലാണ്. ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാറുകൾ പുതിയ സ്റ്റോക്ക് ഈ മാസം വന്നിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തെ സ്റ്റോക്ക് നിങ്ങൾ മുന്നിലേക്ക് കാണിക്കുകയാണ്. എല്ലാം തന്നെ ചെറുവാഹനങ്ങൾ, ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന, പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന യൂസ്ഡ് കാറുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. വീട് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. പിന്നെ പുതിയ വാഹനങ്ങൾക്ക് GST ഇളവുകളൊക്കെ വന്നിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ മോഡൽ കൂടിയ വാഹനങ്ങൾ വേണം, പുതിയ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കുക. പക്ഷെ നിങ്ങൾക്ക് ഒരു മീഡിയം ബഡ്ജറ്റിൽ നമുക്കൊരു ചെറിയ EMI-ലൊക്കെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് അന്നും ഇന്നും എന്നും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് കാറുകൾ തന്നെയാണ്. കാരണം ഇതുപോലുള്ള വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വേറെ ബാധ്യതകളോ പേടിക്കുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ഒരു ചെറിയ EMI-ൽ സാധാരണക്കാർക്കൊക്കെ അടച്ചു തീർക്കാൻ പറ്റുന്ന ഒരു EMI-ൽ വാഹനങ്ങൾ സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് യൂസ്ഡ് കാർ എടുക്കുമ്പോഴുള്ള ഗുണം. അപ്പോൾ എന്തായാലും ഈ മാസം സ്റ്റോക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് മണലി ബൈപ്പാസിനോട് ചേർന്നിട്ടാണ് ഷോറൂം ഉള്ളത്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ബലേനോ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. 1,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഉണ്ട്, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, ഫ്ലോർ മാറ്റ്, കണ്ടീഷൻ ടയേഴ്സ്, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇത്രയും മാർക്കറ്റുള്ള ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,49,900 രൂപയാണ്. ഏകദേശം ഒരു 50,000 രൂപയുടെ അടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 1 ഇയർ വാറണ്ടി ഉണ്ട്, പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ എസ്-ക്രോസ് എന്ന് പറയുന്ന വാഹനമാണ്. 2020 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം, പെട്രോൾ എഞ്ചിനാണ്. ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ, അതായത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. നിലവിൽ 73,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൽഫ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ, ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, ആലോയ് വീൽ, കണ്ടീഷൻ ടയേഴ്സ്, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 8,60,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. 2018 മോഡലും 19 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXA ആണ് വേരിയന്റ്. വെറും 15,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്, കമ്പനി സർവീസ്, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ക്വാളിറ്റി വെഹിക്കിളാണ്. ഇത് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ ഫ്ലോർ മാറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം 15,000 കിലോമീറ്റർ വരെ ബാലൻസ് നമുക്ക് എത്രത്തോളം ഉണ്ട് അത്രത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,35,000 രൂപയാണ്. ഡൗൺ പേയ്മെന്റ് 50,000 കൊടുത്താൽ മതി. ഈ പറഞ്ഞ പോലെ തന്നെ 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ സർവീസ് സെന്ററിൽ നമുക്ക് പോകാനും പറ്റും. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800. LXA വേരിയന്റ്, നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനമാണ്. LXA-ൽ AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ഫ്ലോർ മാറ്റ്, നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,09,000 രൂപയാണ്. ഇതിൽ തന്നെ ഈ ഒരു വാഹനത്തിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2011 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. LXA ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. എടുത്തു പറയുന്നത് പെട്രോളും LPGയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്.
വേറെ മേജർ ആക്സിഡന്റ് മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചോദിക്കുന്ന പ്രൈസ് 2,20,000 രൂപയാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 2014 മോഡൽ ഷെവർലയുടെ ബീറ്റ് LS ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം, ഡീസൽ എഞ്ചിനാണ്. വെറും 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ കേട്ടോ. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. പിന്നെ സീറ്റ് കവേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാഹനത്തിനുണ്ട്. വേറെ മേജർ കംപ്ലൈന്റ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,50,000 രൂപയാണ്. 2012 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ VXA വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 62,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതുപോലെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ഫ്ലോർ മാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,11,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്കൊരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആട്ടോ. LX ആണ് വേരിയന്റ്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ബമ്പർ സൈഡ് ഉണ്ട്. കസ്റ്റമറിന്റെ കയ്യിലേക്ക് വാഹനം തരുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടീഷൻ ആയിട്ട് തരിക. ഇതിന് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ചോദിക്കുന്ന പ്രൈസ് 5,10,000 രൂപയാണ്. 6 മാസത്തെ വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസും ഉണ്ടാവും. ഒരു സ്കൂട്ടർ വാങ്ങുന്ന പൈസക്ക് നമുക്കൊരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ വെയിലും കൊള്ളണ്ട, മഴയും കൊള്ളണ്ട, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. 2008 മോഡൽ മാരുതിയുടെ ഓൾട്ടോ LX വേരിയന്റ്, രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനം. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് വെറും 1,00,000 രൂപയാണ്. 2014 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. VXA ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 70,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 2,35,000 രൂപയാണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. 2015 മോഡല് ഡാറ്റ്സൺ ഗോ പ്ലസ് T ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 52,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,21,000 രൂപയാണ്. ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ ഇപ്പോൾ നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. വെറും 30,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, ABS എയർബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,35,000 രൂപയാണ്. ഡൗൺ പേയ്മെന്റ് ഒരു 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ്. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, വൃത്തിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 2,95,000 രൂപയാണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ VXA ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത് കേട്ടോ. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാണാൻ ചെയ്തിട്ടുണ്ട്. വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,85,000 രൂപയാണ്. ഒരു 50,000 രൂപ 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഈ വാഹനത്തിന് 1 ഇയർ വാറന്റി ഉണ്ട്. 2019 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ VXA ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 43,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. VXA ആണ്. 2 ഡോർ പവർ വിൻഡോ, ABS എയർബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,70,000 രൂപയാണ്. ഒരു 50,000 രൂപ 40,000 രൂപ ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. പിന്നെ അതുപോലെ തന്നെ 6 മാസത്തെ വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 51,000 കിലോമീറ്റർ ആണ്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ABS എയർബാഗ്, അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,64,000 രൂപയാണ്. കൂടാതെ ഇതിന് 6 മാസത്തെ വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു 50,000 രൂപ 40,000 രൂപ റേഞ്ച് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. 2009 മോഡല് മാരുതി സുസുക്കിയുടെ റിഡ്സ് ആണ്. ZXA എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ZXAയിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. അലോയ് വീല് വിത്ത് കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 2,20,000 രൂപയാണ്. ഇത് 2007 മോഡൽ വാഗണർ ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം.
1,09,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം തന്നെ നല്ല കണ്ടീഷനാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാനാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,26,000 രൂപയാണ്. ഇത് 2011 മോഡൽ ഫോർഡിന്റെ ഫിഗോ എന്ന വാനാണ്. EX ആണ് വേരിയന്റ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ്. ഡീസൽ എഞ്ചിനാണ്. 1,48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വാനാണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാനാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,35,000 രൂപയാണ്. ഇത് 2013 മോഡൽ നിസാൻ കമ്പനിയുടെ മൈക്ര XV ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 1,91,000 രൂപയാണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ ചെറിയൊരു എമൗണ്ടിൽ നല്ലൊരു വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. 2007 മോഡൽ ഹ്യുണ്ടായുടെ സാൻഡ്രോ GLS ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനം കേട്ടോ. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 86,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. ഇത് 2012 മോഡൽ മാരുതി സുസുക്കിയുടെ ഈക്കോ 5 സീറ്റർ AC ആണ് വേരിയന്റ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. വെറും 39,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,35,000 രൂപയാണ്. ലോൺ അവൈലബിൾ ആണ്. ഇത് ഷെവർലെയുടെ സ്പാർക്ക് എന്ന വാഹനമാണ്. 2012 മോഡൽ LS ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,00,000 രൂപയാണ്. ഇത് 2012 മോഡൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ്. ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 66,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,77,000 രൂപയാണ്. നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. 2020 മോഡൽ ബലേനോ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. 61,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് 6 മാസത്തെ വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 6,50,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 6,00,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2007 മോഡലും 2008 രജിസ്ട്രേഷൻ വരുന്ന മാരുതിയുടെ വാഗനർ ആണ്. VXI വേരിയന്റ് ആണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാനൊക്കെ ഒരു ചെറിയ വാഹനം അന്വേഷിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് 1,26,000 രൂപ മാത്രമാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 2013 മോഡൽ ഓൾട്ടോ 800 LXI വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. 73,000 കിലോമീറ്റർ ഓട്ടം. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് വെറും 2,00,000 രൂപ മാത്രമാണ്. ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്നതാണ്. ഇത് 2013 മോഡൽ ഓൾട്ടോ 800 LXI വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോളിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ വാഹനം തന്നെയാണ്. 41,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2,26,000 രൂപയാണ്. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ലോണിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ സാൻഡ്രോ എന്ന് പറയുന്ന ന്യൂ ഫേസിൽ വരുന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 2020 മോഡലും 2021 രജിസ്ട്രേഷൻ വന്നിട്ടുള്ള വാഹനമാണ്. സിംഗിൾ ഓണറാന്ന് പറഞ്ഞു. വെറും 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,90,000 രൂപയാണ്. ഇതിൽ നമുക്കൊരു 50,000 രൂപ 60,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. പിന്നെ എടുത്തു പറയേണ്ടത് ഈ വാഹനത്തിന് 1 ഇയർ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല.